നമസ്കാരം. കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ത്യ 2047 ഇസ്ലാമിൻ്റെ കീഴിൽ വരുമെന്നും അപ്പോൾ പ്രസിഡന്റ് ആവാനും പ്രധാനമന്ത്രിയൊക്കെ ആവാനും കുപ്പായം തുന്നി വെച്ചിരുന്ന ചിലരെയൊക്കെ നമ്മൾ ട്രോളായിട്ടും മറ്റുമൊക്കെ ഇതിനു മുമ്പ് തന്നെ കണ്ടിട്ടുണ്ട്. അങ്ങനെ വീരവാദം അടിച്ച് നടന്നിരുന്ന പലരും ഇപ്പോൾ തീഹാർ ജയിലിലും മറ്റുമൊക്കെയാണെന്ന് നമുക്കറിയാം. പോപ്പുലർ ഫ്രണ്ടിൻ്റെ കാര്യം തന്നെയാണ് പറയുന്നത്. അവർക്ക് അതിന് പ്രത്യേക പദ്ധതിയൊക്കെ തന്നെ ഉണ്ടായിരുന്നു, ചില മിഷൻ തന്നെ ഉണ്ടായിരുന്നു അവർക്ക്. അതിൽ ഒരു ചിത്രം ഞാൻ കാണിച്ചു തരാം. ഇന്ത്യ 2047 എൻപവറിങ് ദി പീപ്പിൾ എന്നാണ് അതിൻ്റെ കൊടുത്തിരുന്നത്. ഇതിൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന ഈ ബുക്ക്ലെറ്റിനകത്ത് അടയാളപ്പെടുത്തിയിരിക്കുന്ന ഒരു സംഗതി മാത്രം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. അതിങ്ങനെയാണ്. അത് പല പദ്ധതികളുണ്ട്. ആ പദ്ധതിയിൽ ഒരു പദ്ധതി ഇങ്ങനെയായിരുന്നു: ലോഞ്ച് ടെലിവിഷൻ ആൻഡ് റേഡിയോ ചാനൽസ്. അതായത് രാജ്യത്ത് അവരുടേതായിട്ട് കുറച്ച് ടെലിവിഷൻ ചാനൽസും മറ്റും റേഡിയോ ചാനൽസും ഒക്കെ പുതിയതായിട്ട് തുടങ്ങുക. ഡെവലപ്പ് പ്രൊഡക്ഷൻ ഹൗസസ് ഫോർ ഫിലിംസ്, ഷോർട്ട് ഫിലിംസ് ആൻഡ് ഡോക്യുമെൻ്ററീസ്. അതായത് സിനിമ, ഡോക്യുമെൻ്ററി, ഷോർട്ട് ഫിലിം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യുക. അതുപോലെ തന്നെ സ്റ്റാർട്ട് ന്യൂ പോർട്ടൽസ് ഇൻ ഡിഫറെൻറ്റ് ഇന്ത്യൻ ലാംഗ്വേജസ്. എല്ലാ ഇന്ത്യൻ ലാംഗ്വേജിലും പുതിയ പോർട്ടലുകൾ തുടങ്ങുക. അപ്പോൾ അങ്ങനെ പടിപടിയായിട്ട് ഓരോന്നിനും ഓരോ വ്യക്തമായിട്ട് പ്ലാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെ പടിപടിയായിട്ട് ചെയ്തതിന് ശേഷം 2047 ഇന്ത്യ ഇസ്ലാമിൻ്റെ കീഴിലാക്കുക, ശരീഅത്ത് നിയമം കൊണ്ടുവരിക, മറ്റൊരു ഇസ്ലാമിക രാജ്യമാക്കുക. ഇത് ഇവിടെയുള്ള ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങളുടെ ആഗ്രഹമോ അവരുടെ സ്വപ്നമോ അല്ല. ഇതിൽ അവിടെ തന്നെ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ തീവ്ര ഇസ്ലാമിസ്റ്റുകളായിട്ടുള്ള ആളുകളുടെ ഒരു സ്വപ്നവും ലക്ഷ്യമായിരുന്നു. അതിൻ്റെ ചുവടുപിടിച്ചാണ് PFI പോലുള്ള സംഘടനകൾ ഇവിടെ പ്രവർത്തിച്ചിരുന്നത്. ഇപ്പോൾ PFI അകത്താണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. പക്ഷേ ഇതിൽ ഞാൻ ഈ പറഞ്ഞ വട്ടം വരച്ച് കാണിച്ചിരിക്കുന്ന ഈ സംഗതികൾ, ഇതിൽ ചിലതൊക്കെ ഈ അടുത്ത കാലത്തായിട്ട് ഇവിടെ നടക്കുന്നുണ്ടായിരുന്നോ, അല്ലെങ്കിൽ വളരെ രഹസ്യമായിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നോ എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന ചില സംഭവങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. ഞാൻ ആരുടെയും പേരൊന്നും എടുത്ത് പറയുന്നില്ല. എന്നാലും സിനിമയിലൊക്കെ ചില വ്യക്തമായിട്ടുള്ള അജണ്ടയോട് കൂടി തന്നെ ചില സിനിമകൾ നിർമ്മിക്കുന്നു, ചിലരെയൊക്കെ വെള്ളപൂശുന്നു, ചിലരെയൊക്കെ മോശക്കാരാക്കി കാണിക്കുന്നു. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല സംഭവം നടന്നതെങ്കിൽ കൂടിയും ആ സിനിമയിൽ വരുമ്പോൾ വാദിയും പ്രതിയുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും തിരിഞ്ഞുമൊക്കെ പോകുന്നു. അപ്പോൾ അത്തരം ചില കാര്യങ്ങൾ അത് നിഷ്കളങ്കമായിട്ട് കാണാൻ പറ്റുന്നതാണോ, അതോ ഈ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് ബോധപൂർവം തന്നെ ചെയ്യുന്നതാണോ എന്നുള്ള സംശയമാണ് ഇപ്പോൾ വരുന്നത്. അതേപോലെ തന്നെ പല ചാനലുകളും, ചില മദൂദി ചാനലുകൾ, വിദേശ ഫണ്ട് പറ്റുന്ന ചാനലുകൾ, ഇടയ്ക്ക് നമ്മുടെ സർക്കാർ തന്നെ അതിനെ 1-2 ദിവസത്തേക്കൊക്കെ നിരോധിച്ച ചില ചാനലുകൾ, പിന്നീട് അവർ സുപ്രീം കോടതി വഴി വീണ്ടും പ്രവർത്തിക്കാനുള്ള അനുവാദം നേടിയെടുത്ത ചാനലുകൾ, അങ്ങനെ സംശയത്തിൻ്റെ മുന്നിൽ നിൽക്കുന്ന ഒരുപാട് ചാനലുണ്ട്, പോർട്ടലുകളുണ്ട്. ഇതുപോലെ തന്നെ സിനിമ നിർമ്മിക്കുന്നവരൊക്കെയുണ്ട്. ഒരു വർഷം തന്നെ ഇറങ്ങുന്ന സിനിമയിൽ ഏതാണ്ട് 90% പരാജയപ്പെടുന്ന ഇൻഡസ്ട്രിയാണ് നമ്മുടെ മലയാളം ഇൻഡസ്ട്രി. എന്നിട്ടും കോടികൾ ചെലവഴിച്ച് പടം എടുക്കാൻ വേണ്ടിയിട്ട് ആളുകൾ ഓരോ ദിവസവും മുന്നോട്ട് വരുന്നൊരു കാഴ്ചയാണ്. അപ്പോൾ ഇത് എങ്ങനെ ഇതൊക്കെ സാധിക്കുന്നു എന്നത് എപ്പോഴും ഒരു ഉത്തരം കിട്ടാത്ത ചോദ്യം തന്നെയാണ് പലർക്കും. എന്നിട്ടും ഇതിവിടെ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നതാണ് അതിൻ്റെ വസ്തുത. അത് ചില പ്രത്യേക ലക്ഷ്യത്തോടെ ചില സിനിമകളുടെ പേരുകൾ, ചില സിനിമകളുടെ പിന്നണിയിലുള്ള ആളുകൾ, അതിന് പണം മുടക്കുന്നവർ, പലപ്പോഴും ബിനാമിയൊക്കെ ആയിട്ടായിരിക്കും പണം മുടക്കുന്നത്. അത് നഷ്ടം വന്നോട്ടെ, എന്നാലും കുഴപ്പമില്ല, പക്ഷേ ഇതിന് വേറെ ലക്ഷ്യമാണല്ലോ, ആ തരത്തിലെടുക്കുന്ന സിനിമകൾ. അപ്പോൾ അതിനൊക്കെ അറിഞ്ഞോ അറിയാതെയൊക്കെ ചില പ്രമുഖരായിട്ടുള്ള ആളുകൾ കൂട്ടുനിൽക്കുന്നത്, ഇതൊക്കെ വലിയ ഒരു മിഷൻ്റെ ഭാഗമായിട്ട് നടന്നതാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന ചില വാർത്തകളും വിവാദങ്ങളും ഒക്കെ കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുക. ഈ വിഷയത്തെപ്പറ്റി ഡോക്ടർ ഭാർഗവറാം എന്ന് പറഞ്ഞ ഒരു വ്യക്തി, അദ്ദേഹം സംഘപരിവാർ കൂട്ടത്തിൽപ്പെട്ട ആളാണ്. അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ആ പോസ്റ്റ് ഞാൻ കാണിച്ചു തരാം. കാര്യങ്ങൾക്ക് തെളിച്ചം വന്ന സ്ഥിതിക്ക് ഫ്രീസറിൽ ഇരിക്കുന്ന ആ പഴയ വാര്യൻകുന്നൻ സിനിമയിൽ നിത്യഹരിത നായകന് തന്നെ ടൈറ്റിൽ കഥാപാത്രത്തിൻ്റെ വേഷം കെട്ടാമല്ലോ, പച്ചപ്പുൽകളും പുഴുക്കളും മാത്രമൻ കുടുംബക്കാർ എന്നും മറ്റുള്ളവരെല്ലാം വരും. ഇങ്ങനെ തുടങ്ങുന്നു അദ്ദേഹത്തിൻ്റെ പോസ്റ്റ്. ഇത് ആരെ ഉദ്ദേശിച്ചുള്ളതാണ് എന്ന് കേൾക്കുന്ന നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പോസ്റ്റ് ഇടാനുള്ള സാഹചര്യവും നമുക്ക് മനസ്സിലായി കാണും. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ ഈ ഇന്ത്യ 2047 എന്ന സംഗതിയുടെ ആ ലക്ഷ്യത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് കുറേ പദ്ധതികളുണ്ടായിരുന്നു. അതിൻ്റെ പദ്ധതിയുടെ ഭാഗമായിട്ട് സിനിമാ മേഖലയിൽ കൂടി ചില ഗൂഢ പദ്ധതികളുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടായിരുന്നോ ഇതൊക്കെ എന്ന് സംശയിച്ചാലും അത് തെറ്റ് പറയാൻ പറ്റാത്ത രീതിയിലാണ് കാര്യങ്ങളുടെ പോക്ക് എന്ന് മാത്രമേ തൽക്കാലം ഓർമ്മിപ്പിക്കുന്നുള്ളൂ. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.